എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. അമീൻ അമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. 5000 പേർക്ക് ഭക്ഷണം നൽകിയ അത്ഭുത പ്രവൃത്തി മോശ മന്ന നൽകിയതിനെ അപേക്ഷിച്ച് നിസ്സാരമാണെന്ന് യഹൂദന്മാർ പറഞ്ഞതിനാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും നിത്യജീവനെ നൽകുവാൻ പര്യാപ്തവുമായ ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. മന്ന ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വെച്ച് ലഭിച്ചു എങ്കിലും വാഗ്ദത്ത നാട്ടിലേക്ക് അതവരെ അനുഗമിച്ചില്ല. എന്നാൽ നിത്യജീവനെ നൽകുന്നതും വാഗ്ദത്ത ദേശത്തേക്ക് അവരെ നയിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്നീ പ്രയോഗങ്ങൾ യഹൂദ പാരമ്പര്യത്തിൽ പ്രതിഷേധാർഹമാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, രക്തമാണല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ട് രക്തത്തോടുകൂടെ മാംസം ഭക്ഷിക്കാൻ പഴയ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് 22:19 പറയുന്നു, ഞാൻ നൽകാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ഇതിനെ വിശുദ്ധ കുർബാനയുടെ അർത്ഥത്തിൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാന അനുഭവത്തിന്റെ 3 ഫലങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, അത് നിത്യജീവൻ ലഭിക്കാൻ കാരണമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യത്തിൽ പറയുന്നു, അമീൻ അമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. രണ്ടാമതായിട്ട്, ഐക്യം ഉണ്ടാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56 വാക്യത്തിൽ പറയുന്നു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും പറയുന്നു. മഹാപുരോഹിത പ്രാർത്ഥനയിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാളത്വങ്ങൾ തമ്മിൽ ഇഴുകി ചേരുന്നത് പോലെയുള്ള ഐക്യമാണ് പിതാവും പുത്രനും തമ്മിൽ. ഈ ഐക്യം പുത്രനും വിശ്വാസിയും തമ്മിലുള്ള ഐക്യത്തിലേക്ക് പ്രസരിക്കപ്പെടുന്നു. മൂന്നാമതായിട്ട്, ഉത്ഥാനം നൽകപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യത്തിൽ പറയുന്നു, അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവന് ഇഹത്തിൽ നിത്യജീവനുണ്ട്. അവസാന നാളിൽ യേശു അവനെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയും ലഭിക്കുന്നു. മാർ അപ്രേം വിശുദ്ധ കുർബാനയുടെ സൗഖ്യദായക സ്വഭാവവും വിശുദ്ധീകരണ സ്വഭാവവും എടുത്തു കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സിദ്ധ ഔഷധം, രണ്ടാമത്തെ തീക്കട്ട എന്നീ പേരുകളാലാണ്. വിശുദ്ധ റൂഹായുടെ സാന്നിധ്യം അപ്പത്തെ വിശുദ്ധീകരിക്കുന്നു. ഈ കുർബാന ഭക്ഷിക്കുന്നവന് വിശുദ്ധ റൂഹ പാപമോചനം ഉണ്ടാക്കുന്നു. ഈ അമർത്തതയുടെ സിദ്ധ ഔഷധ അനുഭവത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.